നമസ്കാരം. അച്യുത, തദ്ദേശ തെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കുകയാണ്. ഉടൻ തന്നെ 2-3 ദിവസത്തിനുള്ളിൽ അതിന്റെ നോട്ടിഫിക്കേഷൻ വരാനുള്ള സാധ്യതയുണ്ട്. കേരളത്തിലെ 6 കോർപ്പറേഷനുകൾ നമുക്ക് പരിശോധിക്കാം. ഈ 6 കോർപ്പറേഷനുകളിൽ നിലവിലെ ഭരണം എങ്ങനെയാണ്? നിലവിൽ 5-1 5 LDF 1 UDF. തിരുവനന്തപുരം, കൊല്ലം, എറണാകുളം, തൃശ്ശൂർ, കോഴിക്കോട് LDF. കണ്ണൂർ മാത്രം UDF. അങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കണ്ണൂർ ലീഗിന്റെ ഒരു ശക്തി കൂടുതലായതുകൊണ്ട് LDF കാര്യമായിട്ട് കൊണ്ട് കയറാൻ പറ്റത്തില്ല. പിന്നെ ബാക്കിയുള്ള 5 LDF. അപ്പം മൃഗീയ ഭൂരിപക്ഷം ഈ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ LDF ഉണ്ട്. പക്ഷെ ഇപ്പോ ഈ ഒരു 2025 ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ പല കോർപ്പറേഷനുകളിലും ചാഞ്ചാടുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. 2020 അവസ്ഥയല്ല. 2020 അവസ്ഥയിൽ ഇപ്പോഴത്തെ നിലവിലത്തെ സാഹചര്യം അനുസരിച്ച് 2 കോർപ്പറേഷനിൽ മാത്രമാണ് ശക്തമായ ഒരു വിശ്വാസത്തോടെ LDF മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒന്ന് കൊല്ലവും ഒന്ന് കോഴിക്കോടുമാണ്. കോഴിക്കോട് മൃഗീയ ഭൂരിപക്ഷമാണെന്നാണ് അവർ അവകാശപ്പെടുന്നത്. ഷാഫിയും ഹൈബിയും ചേർന്ന് വർക്ക് ചെയ്യുന്നുണ്ട് UDF വേണ്ടി. പക്ഷെ എന്നാൽ പോലും അവിടെ LDF സാധ്യത എന്നാണ് ഉറപ്പ് പറയുന്നത്. ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അവിടെ. മാലിന്യ സംസ്കരണ പ്ലാന്റിനെ കുറിച്ചുള്ള പ്രശ്നങ്ങളുണ്ട്. പക്ഷെ എന്നാൽ പോലും LDF തറപറ്റിക്കാൻ മാത്രം പറ്റത്തില്ല. കൊല്ലത്തും LDF പ്രശ്നങ്ങളുണ്ട്. CPM ആയിട്ട് ഇഷ്യൂസ് ഉണ്ട്. പിന്നെ RSP കയറി വരാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ എന്നാൽ പോലും കൊല്ലത്തും കൊല്ലം പിന്നെ സ്വാഭാവികമായി നിലവിലെ അവസ്ഥ നോക്കുകയാണെങ്കിൽ LDF ഷുവർ കോർപ്പറേഷൻ തന്നെയാണ്. പക്ഷേ പിന്നാണ് കാര്യം വരുന്നത്. തിരുവനന്തപുരം തൃശ്ശൂരും ഇത്തവണ അത്ര സുഖമില്ല. തുടർച്ചയായിട്ട് തിരുവനന്തപുരത്ത് ജയിച്ചുകൊണ്ടിരിക്കുന്നത് LDF ആണ്. പക്ഷെ ഇത്തവണ അത്ര എളുപ്പത്തിൽ സേഫ് അല്ല LDF കാര്യം എന്ന് പറയാം. കാരണം വെച്ചാൽ BJP വലിയ രീതിയിൽ LDF ഒരു എന്താ പറയുന്നത് ഒരു പ്രശ്നം ഉണ്ടാകുന്നുണ്ട്. കാരണം BJP കഴിഞ്ഞ 5 വർഷക്കാലത്ത് ഞാൻ കഴിഞ്ഞ ദിവസങ്ങൾ പറഞ്ഞ പോലെ BJP ഈ നിലവിലെ കൗൺസിലർമാരുടെ എല്ലാം പെർഫോമൻസ് വളരെ വലുതാണ്. പിന്നെ കോൺഗ്രസ് ഇത്തവണ വലിയ ശക്തമായ മത്സരം നടത്തുന്നു. പക്ഷെ കോൺഗ്രസ് വരുന്നുണ്ട് എന്നുള്ളത് ശരിയാണ്. ഇതുവരെ UDF ആണെങ്കിലും സ്ഥാനാർത്ഥി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. LDF സ്ഥാനാർത്ഥി പ്രഖ്യാപിച്ചിട്ടില്ല. കഴിഞ്ഞ ഇലക്ഷനിലെ കാര്യം പരിശോധിച്ചു കഴിഞ്ഞാൽ വെച്ചാൽ പഞ്ചായത്ത് ഇലക്ഷനെയും ലോക്സഭ ഇലക്ഷനെയും നിയമസഭ ഇലക്ഷനും 3 തന്നെ കരുതാം. പക്ഷെ വോട്ടിങ്ങിനകത്തുള്ള ഒരു പാറ്റേൺ പരിശോധിച്ചു കഴിഞ്ഞാൽ BJP കയറി വരുന്നുണ്ട്. തീർച്ചയായിട്ടും ഒറ്റയ്ക്കാണ് BJP മത്സരിക്കുന്നത്. ഒറ്റയ്ക്ക് മത്സരിച്ച് 35 സീറ്റ് 2020 BJP നേടാൻ കഴിയും. അതും ഇടതിന്റെ വേവിന്റെ ഇടയിൽ 35 സീറ്റ് BJPക്ക് നേടാൻ കഴിയുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഒരു ബേസ് ഉണ്ടാക്കി എടുത്തു കഴിഞ്ഞു. അതുപോലെ തന്നെയാണ് തൃശ്ശൂരിന്റെ കാര്യം. തൃശ്ശൂരിൽ സുരേഷ് ഗോപി ജയിക്കുമെന്ന് ആരും പ്രതീക്ഷിച്ചില്ല. സുനിൽകുമാർ CPIയുടെ സ്ഥാനാർത്ഥി വന്നപ്പോഴത്തേക്കും ഉറപ്പിച്ചായിരുന്നു സുനിൽകുമാർ ജയിക്കും. പിന്നെ മുരളീധരൻ വന്നു, TN പ്രതാപൻ വരെ. മുരളീധരൻ TN പ്രതാപനേക്കാൾ വലിയ ഒരു സ്ഥാനാർത്ഥിയായിരുന്നു. കാരണം എവിടെയും ഒരു ക്രൗഡ് പുള്ളറാണ്. അപ്പൊ ക്രൗഡിനെ തന്നിലേക്ക് ആവാഹിക്കാൻ കഴിവുള്ള ഒരു നേതാവാണ്. സ്വാഭാവികമായിട്ട് നമ്മൾ കണ്ടു വടകരയിൽ ഉണ്ടായ ഒരു സംഭവം. അത് കഴിഞ്ഞ് വട്ടിയൂർക്കാവ് മുരളീധരനോട് തിരിച്ചു പിടിച്ചു. 2014 വട്ടിയൂർക്കാവ് തിരിച്ചു പിടിച്ചു മുരളീധരനാണ്. അപ്പോ തൃശ്ശൂരിലെ ഈ ഒരു 2 മികച്ച സ്ഥാനാർത്ഥികൾക്കിടയിലാണ് സുരേഷ് ഗോപിയുടെ 78,000. ഞാൻ ആ ഭൂരിപക്ഷമാണ് പറയുന്നത്. നിസ്സാരമായ 5,000-10,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലല്ല, 78,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ. അതും 2 സ്ഥാനാർത്ഥികളും ഏറ്റവും മികച്ച UDF-നും LDF-നും അവിടെ നിർത്താൻ പറ്റിയ ഏറ്റവും മികച്ച സ്ഥാനാർത്ഥികൾ. അപ്പൊ തൃശ്ശൂര് എനിക്ക് തോന്നുന്നു തിരുവനന്തപുരത്തേക്കാൾ ചിലപ്പോൾ ഇത്തവണ ഒരു അപ്രതീക്ഷിതമായ ചില കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്ന തൃശ്ശൂരിലായിരിക്കും. എന്തോ ഒരു സർപ്രൈസ് കരുതി വെച്ചിട്ടുണ്ട്. തിരുവനന്തപുരത്തേക്കാൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് തൃശ്ശൂരിനെയാണ്. തിരുവനന്തപുരത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ച് കഴിഞ്ഞാൽ തിരുവനന്തപുരത്ത് ഇപ്പോഴും പാർട്ടി സ്ട്രോങ് ആണ്. തൃശ്ശൂര് സ്ട്രോങ് അല്ല എന്ന് പറയുന്നില്ല. പക്ഷെ എന്നാൽ പോലും അവിടെയുള്ള നിലവിലത്തെ സാഹചര്യം അനുസരിച്ച് അവിടുത്തെ മേയറുടെ നിലവിലത്തെ ഒരു പ്രതികരണം പരിശോധിച്ച് നോക്കുമ്പോഴത്തേക്കും LDF അത്ര സുഖകരമല്ല. കഴിഞ്ഞ ലോക്സഭ ഇലക്ഷനിലെ വോട്ടിംഗ് പാറ്റേൺ പരിശോധിക്കുമ്പോഴത്തേക്കും ഒരൊറ്റ മണ്ഡലത്തിൽ മാത്രമാണ് BJP ലീഡ് ചെയ്തിരുന്നത്. അതങ്ങ് ദൂരെ ഗുരുവായൂരാണ്. കോർപ്പറേഷന്റെ പരിധി വരുന്ന എല്ലാ മണ്ഡലങ്ങളിലും BJP ലീഡ് ചെയ്തത്. മാത്രമല്ല ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം വന്നത് തൃശ്ശൂർ നിയമസഭ മണ്ഡലത്തിലാണ്. അതിനകത്ത് ഏറ്റവും കൂടുതൽ സിറ്റി വരുന്നത്. അവിടെ എന്തൊക്കെ പറഞ്ഞാലും BJPക്ക് ഒരു സ്വാധീനമുണ്ട്. 2016 പക്ഷേ ഈ BJPയുടെ തരംഗം സംസ്ഥാനത്ത് ആഞ്ഞടിക്കുന്ന മുമ്പ് തന്നെ B ഗോപാലകൃഷ്ണന് 25,000 വോട്ട് 2016 കിട്ടി. 10 വർഷം മുമ്പ് കിട്ടി. അപ്പൊ 25,000 വോട്ട് എന്തായാലും വർദ്ധിച്ചേ വരുന്നത്. B ഗോപാലകൃഷ്ണനെ പോലെ ഒരു നേതാവിന് 25,000 വോട്ട് കിട്ടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ 50,000 വോട്ടാവണം. കാരണം ക്രമാനുഗതമായിട്ട് BJPയുടെ 10 വർഷത്തെ കേരളത്തിലെ വോട്ടിംഗ് ശതമാനം നോക്കുകയാണെങ്കിൽ 22% നിലവിലുള്ളത്. അപ്പോൾ അത് 16 എനിക്ക് തോന്നുന്നു 15-14% അപ്പോൾ 25 എത്തുമ്പോൾ അത് ഇരട്ടിയാവേണ്ടതാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഒരു വളർച്ചയുടെ ഉണ്ടായിട്ടുണ്ട്. സുരേഷ് ഗോപി കഴിഞ്ഞ തവണ പിടിച്ച 40,000-ഓളം വോട്ട് അല്ലെങ്കിൽ 40,000 സംതിങ് വോട്ട് 2021 അല്ലേ? ആ 40,000 വോട്ട് എന്ന് പറയുന്നത് BJPയുടെ ഇപ്പോഴത്തെ ബേസ് വോട്ടാണ്. അതിന്ന് മുമ്പോട്ട് കയറണം. പക്ഷെ വേറെ കാര്യമുണ്ട്, LDF അണ്ടർഎസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അണ്ടർഎസ്റ്റിമേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കഴിഞ്ഞ തവണ തിരുവനന്തപുരത്ത് BJPക്ക് പറ്റിയ ഒരു പ്രധാനപ്പെട്ട പാളിച്ചതാണ്.
LDF അവർ Easy ഈസിയായിട്ട് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു. ആ അണ്ടർ എസ്റ്റിമേറ്റ് ആണ് പിന്നെ LDF മുന്നോട്ട് കയറി. പക്ഷെ എനിക്ക് തോന്നുന്നു പിന്നെ നമുക്ക് ഈ പുറമേയൊക്കെ ചില ആക്ഷേപങ്ങളും ചില കാര്യങ്ങളൊക്കെ സുരേഷ് ഗോപിയെ കുറിച്ചുണ്ട്. ശരിയാണ്, പല വിവാദങ്ങൾ ഉണ്ടാകുന്നുണ്ട്, ചില വാക്കുകൾ പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്നുണ്ട്. ഇതൊക്കെ തന്നെയാണെങ്കിലും സുരേഷ് ഗോപിക്ക് പിന്നിൽ അവിടുത്തെ ജില്ലാ ഘടകം ഉറച്ചു നിൽക്കുന്നുണ്ട്. ഇപ്പോഴും ഒരു വേവ് സുരേഷ് ഗോപി അവിടെ ഉണ്ടാക്കുന്നുമുണ്ട്. അപ്പോൾ അത് സുരേഷ് ഗോപിയെ തന്നെ എനിക്ക് തോന്നുന്നു അവിടെ ഒരു മുഖ്യ സ്റ്റാർ ക്യാമ്പയിനർ ആക്കിക്കൊണ്ട് ഈ തദ്ദേശത്തിന് സുരേഷ് ഗോപിക്കാണ് ചാർജും തോന്നുന്നു അവിടെ. അപ്പോ ആവുകയാണെങ്കിൽ തൃശ്ശൂർ ചിലപ്പോൾ ഒരു വലിയ സർപ്രൈസ് BJPക്ക് നൽകാൻ സാധ്യതയുണ്ട്. തിരുവനന്തപുരത്തിനേക്കാൾ വലിയ സർപ്രൈസ് ചിലപ്പോൾ തൃശ്ശൂർ നൽകാൻ സാധ്യത. നിലവിലത്തെ സാഹചര്യം പരിശോധിക്കുമ്പോഴത്തേക്കും 2 കോർപ്പറേഷൻ മാത്രമാണ് LDF സേഫ് എന്ന് പറയാൻ പറ്റും. ബാക്കി UDF ഒരെണ്ണമുണ്ട്, കണ്ണൂർ എന്തായാലും ലീഗും കോൺഗ്രസും തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് പറയപ്പെടുന്നുണ്ടെങ്കിലും പ്രധാനപ്പെട്ട ഇലക്ഷനിലേക്ക് വരുമ്പോഴത്തേക്കും ലീഗ് ഒന്ന് പുറമോട്ടിറങ്ങി UDF കോൺഗ്രസിന് വേണ്ട സപ്പോർട്ട് ചെയ്ത് കൊടുക്കും. അത് നമ്മള് അവിടുത്തെ പാർലമെന്റ് ഇലക്ഷനും എല്ലാം കാണുന്നതാണ്. മലബാർ ഇലക്ഷനിൽ നമ്മൾ കാണാറുള്ളതാണ്. ഒരുപാട് പ്രശ്നങ്ങളുണ്ടെങ്കിലും ഇലക്ഷനോട് വരുമ്പോഴത്തേക്കും ലീഗ് ആ പ്രശ്നങ്ങൾ പുറത്ത് കാണിക്കാറ്. അപ്പോ കണ്ണൂര് UDF ഉറപ്പിക്കാം. LDF 2 സീറ്റുകൾ, കോഴിക്കോടും കൊല്ലവും. ബാക്കി 3 സീറ്റുകളാണ് ഏറ്റവും നിർണായകം. തിരുവനന്തപുരം, തൃശ്ശൂര്, എറണാകുളത്തെ അവസ്ഥ എന്ന് പറയുന്നത് എന്താണ്? എറണാകുളത്ത് LDF UDF തമ്മിലാണ് മത്സരം. കഴിഞ്ഞ 5 വർഷത്തെ ഭരണസമിതി LDF നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ബ്രഹ്മപുരത്തിന്റെ ഇഷ്യൂ വന്ന സമയത്ത് അതിനെ കാര്യമായിട്ട് ഡീൽ ചെയ്തു. ഇത് മാത്രമല്ല അനിൽകുമാറിനെ കുറിച്ച് അങ്ങനെ അലിഗേഷൻ ഒന്നുമില്ല, നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അവിടുത്തുള്ളവർക്ക് കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ എറണാകുളത്തിൻ്റെതായ ചില പ്രശ്നങ്ങൾ വെച്ച് കഴിഞ്ഞാൽ പുള്ളി കാര്യമായിട്ട് ചെയ്തിട്ടുണ്ട്. വെള്ളക്കെട്ട് പരമാവധി ഒഴിവാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ പുതിയ കോർപ്പറേഷൻ ആസ്ഥാനം വരുന്നു. ബ്രഹ്മപുരത്തെ ക്ലീനിങ് ഓൾമോസ്റ്റ് ചെയ്ത് തീർത്തു കഴിഞ്ഞു. പക്ഷേ ഇലക്ഷന് മുന്നേ മിക്കവാറും തീരാൻ സാധ്യതയുണ്ട്. അപ്പോൾ വർക്ക് ചെയ്തിട്ടില്ല എന്ന് അനിൽകുമാറിനെ കുറിച്ച് പറയാൻ പറ്റത്തില്ല. പക്ഷെ എറണാകുളത്തിന്റെ ഒരു സ്ഥിതി പരിശോധിച്ചു, എറണാകുളം ഒരു UDF അനുകൂല മണ്ഡലമാണ്, UDF ഒരു കോട്ടയാണ്. അത് എനിക്ക് ഇത്രയോ വർഷത്തിന് ശേഷമാണ് കഴിഞ്ഞ തവണ LDF അവിടെ പിടിച്ചത്. അതിനൊരു കാരണമുണ്ട്. കഴിഞ്ഞ തവണ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് കോൺഗ്രസിനുള്ളിൽ ഉണ്ടായ വലിയ ഗ്രൂപ്പ് പോര്, AI പോരുകൾ, പിന്നെ സ്ഥാനാർത്ഥികൾ കിട്ടാത്ത പലരും മറുകണ്ഠം ചാടി, പിന്നെ കാലുവാരി. അപ്പോൾ ഇക്കുറി എനിക്ക് തോന്നുന്നു പിന്നെ DCC പ്രസിഡന്റ് ഒക്കെ വളരെ ചെറുപ്പക്കാരനാണ്, വളരെ ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു നല്ല സ്ഥാനാർത്ഥിയെ മേയർ സ്ഥാനാർത്ഥിയാക്കി മുന്നിൽ നിർത്തിക്കൊണ്ട് മത്സരിച്ചാൽ ചിലപ്പോൾ തിരിച്ചു പിടിക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ അതൊരു ഇഞ്ചോടിച്ച് പോരാട്ടമായിരിക്കും. അവർക്ക് LDF വരുമ്പോഴത്തേക്കും പരാതികളോ പോരായ്മകളോ കണ്ടെത്താൻ സാധിക്കുന്നില്ല. പക്ഷെ 2020 അതേ അവസ്ഥ. 2020 ഒരു ഇടത് തരംഗം ഉണ്ടായിരുന്നു, ഒരു വേവ് ഉണ്ടായിരുന്നു, കോവിഡിനനുബന്ധിച്ചുള്ള വേവ് ഉണ്ടായിരുന്നു. പിന്നെ പുതിയ സ്ഥാനാർത്ഥികളെ രംഗത്തിറക്കി ഒരു ഓളം ഉണ്ടാക്കാൻ LDF സാധിച്ചിരുന്നു. ഇത്തവണ അങ്ങനത്തെ ഒരു ഓളം ഉണ്ടാക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. സ്ഥാനാർത്ഥി നിർണ്ണയം വന്നതിന് ശേഷം പറയാൻ പറ്റത്തില്ല. പക്ഷെ ഇതുവരെ ഒരു പരിശോധിക്കുമ്പോഴത്തേക്കും ആ ഓളം ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇഞ്ചോടിഞ്ച് പോരാട്ടമായിരിക്കും. നിലവിലെ സാഹചര്യത്തിൽ 3 കോർപ്പറേഷനുകൾ വളരെ രസകരമായിട്ടായിരിക്കും മുന്നോട്ട് പോകാൻ പോകുന്നത്. ആർക്കും ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയിലാണ്. തൃശ്ശൂർ സർപ്രൈസ് ആയിരിക്കും. എന്തൊക്കെയായാലും ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ ഇനി ഇലക്ഷന്റെ പ്രഖ്യാപനം വരാൻ വേണ്ടി. ഇത്തവണ തദ്ദേശ ഇലക്ഷൻ ഒരുപാട് സർപ്രൈസ് ഉണ്ടായിരിക്കും. അത് മാത്രമല്ല 6 മാസത്തിനുള്ളിൽ ഒരു നിയമസഭാ ഇലക്ഷൻ വരാൻ പോവുകയാണ്. അതിന്റെ ആദ്യ ചവിട്ടുപടിയായിരിക്കും ഈ തദ്ദേശ ഇലക്ഷൻ. BJP കഴിഞ്ഞ കുറച്ച് നാൾ പറയുന്ന കാര്യമുണ്ട്, ഇത് ഞങ്ങൾക്ക് സെമിഫൈനലല്ല ഫൈനലാന്ന് പറയുന്നത്. അത് എന്തുകൊണ്ടാണെന്ന് ഇലക്ഷൻ റിസൾട്ട് വരും മനസ്സിലാവും. ആ റിസൾട്ട് അനുസരിച്ചായിരിക്കും 2026 കേരളം ആര് ഭരിക്കാൻ പോകുന്ന കാര്യത്തിൽ തീരുമാനം ഉണ്ടാകാൻ പോവുക. നമുക്ക് എന്തായാലും കാത്തിരുന്ന് തന്നെ കാണാം. നമസ്കാരം.